ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ സൈക്കോളജിയുടെ 15ാമത്തെ ക്ലാസ് ആണ്. ഇതുവരെയുള്ള ക്ലാസ്സുകൾ കാണാത്തവർ അത് കാണുക. അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട്, അതും കൂടെ കണ്ടു നോക്കുക. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എത്രത്തോളം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നോ അത്രയും നിങ്ങൾക്ക് എക്സാമിന് ഉപകാരപ്പെടും കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് മനോവിശ്ലേഷണ സമീപനം അഥവാ സൈക്കോ അനാലിസിസ് അപ്രോച്ച് ആണ്. മനോവിശ്ലേഷണ സമീപനം അതിൻ്റെ പാർട്ട് 3 ആണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. അപ്പോൾ മനോവിശ്ലേഷണ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആരായിരുന്നു? സിഗ്മണ്ട് ഫ്രോയിഡ് അല്ലേ? നമ്മൾ 2 ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അതൊരിക്കലും മറക്കരുത്. മനോവിശ്ലേഷണ സമീപനം സിഗ്മണ്ട് ഫ്രോയിഡ്. സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ 3 തിയറീസ് ആണ്: വ്യക്തിത്വത്തിൻ്റെ ചലനാത്മകത, വ്യക്തിത്വത്തിൻ്റെ ഘടന, മനോലൈംഗിക വികസന സിദ്ധാന്തം. അതിൽ വ്യക്തിത്വത്തിൻ്റെ ചലനാത്മകത നമ്മൾ പഠിച്ചു കഴിഞ്ഞു, വ്യക്തിത്വത്തിൻ്റെ ഘടനയും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമുക്ക് നോക്കാനുള്ളത് മനോലൈംഗിക വികസന സിദ്ധാന്തം അഥവാ തിയറി ഓഫ് സൈക്കോസെക്ഷൽ ഡെവലപ്മെൻറ്റ്. ഇതിൽ കാര്യമായിട്ടൊന്നും പഠിക്കാനില്ല. മനോലൈംഗിക വികാസ ഘട്ടങ്ങൾ ഏതൊക്കെയാണെന്ന് പഠിച്ചു വെക്കുക. ബാക്കിയുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാട്ടോ. കുട്ടിക്കാലത്ത് നാം അനുഭവിക്കുന്ന ലൈംഗിക വികാസ പ്രതിസന്ധികൾ പിൽക്കാലത്ത് വ്യക്തിത്വ സവിശേഷതകളെ നിർണ്ണയിക്കുന്നുവെന്ന് ഫ്രോയിഡ് അഭിപ്രായപ്പെടുന്നു. കുട്ടിക്കാലത്ത് നാം അനുഭവിക്കുന്ന ലൈംഗിക വികാസ പ്രതിസന്ധികൾ പിൽക്കാലത്ത് വ്യക്തിത്വ സവിശേഷതകളെ നിർണ്ണയിക്കുന്നുവെന്നാണ് ഫ്രോയിഡ് അഭിപ്രായപ്പെടുന്നത്. അതായത് ലൈംഗിക ജീവിതം കൗമാരത്തോടു കൂടിയേ ആരംഭിക്കുകയുള്ളൂ എന്ന സങ്കല്പത്തെ ഫ്രോയിഡ് എതിർത്തു. ലൈംഗിക ചോദനയുള്ള ജീവികൾ എന്ന നിലയിലാണ് ഫ്രോയിഡ് കുട്ടികളെ കണ്ടത്. ലൈംഗിക ചോദനയുള്ള ജീവികൾ എന്ന നിലയിലാണ് ഫ്രോയിഡ് കുട്ടികളെ കണ്ടത്. ഏതൊരു വ്യക്തിയിലും 2 തരം ചോദനകളുണ്ട്: ജിജീവിഷ, മുമൂർഷ. ജിജീവിഷ, മുമൂർഷ എന്നീ 2 ചോദനകളുണ്ട് എന്നാണ് ഫ്രോയിഡ് അഭിപ്രായപ്പെടുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലിബിഡിനൽ എനർജി ജസ്റ്റ് ഒന്ന് പറഞ്ഞിരുന്നു അല്ലേ? ലിബിഡിനൽ എനർജി എന്താണ്? മാനസികോർജം, ലിബിഡോർജം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ലിബിഡോർജത്തിൻ്റെ സംഭരണിയാണ് ഏതാണ്? ഇത്ത് അല്ലേ? ലിബിഡോർജത്തിൻ്റെ സംഭരണിയാണ് ഇത് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഒരു വ്യക്തിയുടെ മാനസിക പ്രവർത്തനങ്ങൾക്ക് വേണ്ട ഊർജം അറിയപ്പെടുന്നത് ലിബിഡോ. ഒരു വ്യക്തിയുടെ മാനസിക പ്രവർത്തനങ്ങൾക്ക് വേണ്ട ഊർജം, എനർജി അറിയപ്പെടുന്നത് ലിബിഡോ എനർജി, അതായത് ലിബിഡിനൽ എനർജി എന്നാണ് അല്ലേ? ഈ വൈകാരിക ഊർജത്തെയാണ് ഫ്രോയിഡ് ലിബിഡോ എന്ന് വിളിച്ചത്. ഈ ലിബിഡോ ഊർജം, ലിബിഡിനൽ എനർജി, ശരീരത്തിൻ്റെ ചില പ്രത്യേക ഭാഗങ്ങളിൽ കേന്ദ്രീകരിക്കുന്നുവെന്നും ഫ്രോയിഡ് പ്രസ്താവിച്ചു. ലിബിഡോ ഊർജം ശരീരത്തിൻ്റെ ചില പ്രത്യേക ഭാഗങ്ങളിൽ കേന്ദ്രീകരിക്കുന്നുവെന്നും ഫ്രോയിഡ് പ്രസ്താവിച്ചു. ഈ മേഖലകളെയാണ് കാമോദ്ദീപക മേഖലകൾ അഥവാ ഇറോജനസ് സോൺ എന്ന് ഫ്രോയിഡ് പറയുന്നത്. ഈ മേഖലകളെ കാമോദ്ദീപക മേഖലകൾ, ഇറോജനസ് സോൺ എന്നാണ് ഫ്രോയിഡ് പറയുന്നത്. ഈ മേഖല വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിൽ വിവിധ ഭാഗങ്ങളിലേക്ക് നീങ്ങുന്നു. ഈ മേഖല വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിൽ വിവിധ ഭാഗങ്ങളിലേക്ക് നീങ്ങുന്നു. ഈ മാറ്റത്തിനനുസരിച്ച് ഫ്രോയിഡ് ലൈംഗിക വികാസത്തെ 5 ഘട്ടങ്ങളായിട്ട് തിരിച്ചു. ഈ മാറ്റത്തിനനുസരിച്ച് ഫ്രോയിഡ് ലൈംഗിക വികാസത്തെ 5 സ്റ്റേജസ് ആയിട്ടാണ് തിരിച്ചത്. ഏതൊക്കെയാണ് ഫ്രോയിഡിൻ്റെ മനോലൈംഗിക വികാസ ഘട്ടങ്ങൾ? ഏതൊക്കെയാ? വദനഘട്ടം, ഗുദഘട്ടം, ലിംഗഘട്ടം, നിർലീനഘട്ടം, ജനനേന്ദ്രിയ ഘട്ടം. വദനഘട്ടം, ഗുദഘട്ടം, ലിംഗഘട്ടം, നിർലീനഘട്ടം, ജനനേന്ദ്രിയ ഘട്ടം. ഓരോ സ്റ്റേജസും നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് പോകാം. ഫസ്റ്റ് സ്റ്റേജ് ഓറൽ സ്റ്റേജ് അഥവാ വദനഘട്ടം. ജനനം മുതൽ 1 വയസ്സ് വരെ, 0 to 1. ഇവിടെ വായ ആണ് ഈ ഘട്ടത്തിലെ ഉദ്ദീപന മേഖല. അതായത് ഈ ഘട്ടത്തിൽ വായ ഉപയോഗിച്ചുള്ള പ്രവർത്തനങ്ങൾ, അതായത് കുടിക്കുക, നുകരുക, കടിക്കുക, ഇതൊക്കെ വേണ്ടത്ര
കിട്ടാതെ വന്നാലോ മാതാവിൽ നിന്നും വേണ്ടത്ര പരിചരണം ലഭിക്കാതെ വന്നാലോ കുട്ടിക്ക് സ്തംഭനം ഫിക്സേഷൻ സംഭവിക്കാം. അതായത് ഈ ഘട്ടത്തിൽ വായ ഉപയോഗിച്ചുള്ള പ്രവർത്തനങ്ങളായ കുടിക്കുക, നുകരുക, കടിക്കുക ഇങ്ങനത്തെ ഒക്കെ പ്രവർത്തനങ്ങൾ വേണ്ടത്ര കിട്ടാതെ വന്നാലോ മാതാവിൽ നിന്നും വേണ്ടത്ര പരിചരണം ലഭിക്കാതിരുന്നാലോ കുട്ടിക്ക് സ്തംഭനം അഥവാ ഫിക്സേഷന് വിധേയമാകുന്നു. അതായത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ കുട്ടി വിരൽ വായിലിടുന്നത്, അതുതന്നെയാണ് ഇവിടെയും പറയുന്നത്. അപ്പോൾ ഈ പ്രക്രിയയിലൂടെ സംതൃപ്തി നേടുന്ന കുട്ടിയെ ഇതിൽ നിന്നും വിലക്കിയാൽ വ്യക്തിത്വ വികസനവുമായി ബന്ധപ്പെട്ട് കുട്ടി പ്രശ്നങ്ങളെ നേരിടുമെന്ന് ഫ്രോയിഡ് വ്യക്തമാക്കുന്നു. എന്താണ് ഈ സ്തംഭനം അല്ലെങ്കിൽ ഫിക്സേഷൻ എന്ന് പറഞ്ഞാൽ? വ്യക്തിത്വ വളർച്ച മന്ദീഭവിക്കുന്നത് അറിയപ്പെടുന്നതാണ് സ്തംഭനം. വ്യക്തിത്വ വളർച്ച മന്ദീഭവിക്കുന്നത് അറിയപ്പെടുന്നത് സ്തംഭനം എന്നാണ്. സ്തംഭനം സംഭവിച്ച കുട്ടികൾ മുതിർന്നു കഴിഞ്ഞാൽ പക, അസൂയ തുടങ്ങിയവ പ്രകടിപ്പിക്കുമെന്നും മാനസിക പിരിമുറുക്കമുള്ളപ്പോൾ വിരൽ കടിക്കുക, പുകവലിക്കുക, മദ്യപിക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് അസ്വാസ്ഥ്യം കുറയ്ക്കാൻ ശ്രമിക്കുമെന്നും ഫ്രോയിഡ് ഇവിടെ അഭിപ്രായപ്പെടുന്നു. സെക്കൻഡ് സ്റ്റേജ് ആനൽ സ്റ്റേജ് അഥവാ ഗുദഘട്ടം. ഇവിടെ ഇറോജനസ് സോണ് ഗുദഭാഗമായിരിക്കും. മലമൂത്ര വിസർജനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മാതാപിതാക്കൾ കുട്ടിയെ പരിശീലിപ്പിക്കുന്ന ഘട്ടമാണ് ഈ ഘട്ടം. ഇത് 1 to 3 അതായത് 1 വയസ്സ് മുതൽ 3 വയസ്സ് വരെ, ഇത് 3 വർഷം വരെ നിലനിൽക്കുന്നു. ഈ ഘട്ടത്തിലും ഫിക്സേഷൻ അഥവാ സ്തംഭനത്തിന് വിധേയമായാൽ വ്യക്തിത്വ വികസനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നേരിടുന്നു. നെക്സ്റ്റ് ഫാലിക് സ്റ്റേജ് ലിംഗഘട്ടം 3 to 6 അതായത് 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികളിലാണ് കാണപ്പെടുന്നത്. ഇറോജനസ് സോണ് ജെനീഷ്യൽ ഏരിയ ആണ്. ഈ ഘട്ടത്തിൽ ആൺ പെൺ വ്യത്യാസം തിരിച്ചറിയുന്ന വികാസഘട്ടമാണ്. അതായത് ആണ് പെണ്ണ് എന്നുള്ള വ്യത്യാസം തിരിച്ചറിയുന്ന വികാസഘട്ടമാണ്. ഈ ഘട്ടത്തിലാണ് കുട്ടിക്ക് എതിർലിംഗത്തിൽപ്പെട്ട രക്ഷിതാവിനോട് വൈകാരികമായ അടുപ്പമുണ്ടാവുന്നത്. ഈ ഘട്ടത്തിൽ കുട്ടിക്ക് എതിർലിംഗത്തിൽപ്പെട്ട രക്ഷിതാവിനോട് വൈകാരികമായ അടുപ്പമുണ്ടാവുന്നു എന്നാണ് ഫ്രോയിഡ് പറയുന്നത്. അത് വിശദീകരിക്കുവാൻ വേണ്ടി ഈ ഘട്ടത്തിൽ കാണപ്പെടുന്ന 2 പ്രത്യേകതകളാണ് ഈഡിപ്പസ് കോംപ്ലക്സ്, ഇലക്ട്രാ കോംപ്ലക്സ്. ഈഡിപ്പസ് കോംപ്ലക്സും ഇലക്ട്രാ കോംപ്ലക്സും. എന്താണ് ഈഡിപ്പസ് കോംപ്ലക്സ്? ആൺകുട്ടിക്ക് അമ്മയോട് തോന്നുന്ന വൈകാരികമായ അടുപ്പം. ആൺകുട്ടിക്ക് അമ്മയോട് തോന്നുന്ന വൈകാരികമായ അടുപ്പമാണ് ഈഡിപ്പസ് കോംപ്ലക്സ്. എന്നാൽ ഇലക്ട്രാ കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ പെൺകുട്ടിക്ക് അച്ഛനോട് തോന്നുന്ന വൈകാരികമായ അടുപ്പം. പെൺകുട്ടിക്ക് അച്ഛനോട് തോന്നുന്ന വൈകാരികമായ അടുപ്പമാണ് ഇലക്ട്രാ കോംപ്ലക്സ്. ഇത് എക്സാമിന് ചോദിച്ച് കാണാറുണ്ട്. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ മാറിപ്പോവാതെ നോക്കണം. മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ടിപ്പ് പറഞ്ഞു തരാം. ഇടി കൊടുക്കുക ആരാ? ഇടി കൊടുക്കുക കൂടുതൽ ആൺകുട്ടികളാണ് അല്ലേ? അപ്പോൾ ഈഡിപ്പസ് കോംപ്ലക്സ് എന്ന് പറയുമ്പോൾ ആൺകുട്ടി, അതായത് ഇടി. ഈഡിപ്പസ് കോംപ്ലക്സ് ആൺകുട്ടിക്ക് അമ്മയോട് തോന്നുന്ന വൈകാരികമായ അടുപ്പം. ആൺകുട്ടിക്ക് അമ്മയോട് തോന്നുന്ന വൈകാരികമായ അടുപ്പമാണ് ഇടി, അതായത് ഈഡിപ്പസ് കോംപ്ലക്സ്. അപ്പോൾ ഈഡിപ്പസ് കോംപ്ലക്സ് ആൺകുട്ടിക്ക് അമ്മയോട് തോന്നുന്ന വൈകാരികമായ അടുപ്പം ആവുമ്പോൾ ഇലക്ട്രാ കോംപ്ലക്സ് എന്തായിരിക്കും? പെൺകുട്ടിക്ക് അച്ഛനോട് തോന്നുന്ന വൈകാരികമായ അടുപ്പം. അപ്പോൾ ഈ ഘട്ടത്തിലെ 2 പ്രത്യേകതകൾ നമ്മൾ പഠിച്ചു. എന്താണ്? ആൺകുട്ടികൾക്ക് മാതാവിനോടുള്ള വൈകാരികമായ അഭിനിവേശത്തെ എന്താണ് ഈഡിപ്പസ് കോംപ്ലക്സ് എന്നും പെൺകുട്ടികൾക്ക് അച്ഛനോടുള്ള പ്രത്യേക ആഭിമുഖ്യത്തെ ഇലക്ട്രാ കോംപ്ലക്സ് എന്നും അറിയപ്പെടുന്നു. നെക്സ്റ്റ് സ്റ്റേജ് ആണ് ലേറ്റൻസി സ്റ്റേജ്. ലേറ്റൻസി സ്റ്റേജ് നിർലീന ഘട്ടം. നിർലീന ഘട്ടം 6 മുതൽ 12 വയസ്സ് വരെയാണ് വരുന്നത്. 6 to 12 വയസ്സ് വരെ പ്യൂബർട്ടി എന്നും അറിയപ്പെടുന്നു. 6 മുതൽ 12 വയസ്സ് വരെ പ്യൂബർട്ടി എന്നും അറിയപ്പെടുന്നു. ഈ ഘട്ടത്തിൽ സ്വന്തം ശരീരത്തെക്കുറിച്ചുള്ള പ്രത്യേക പരിഗണന കുറയുന്നു. സ്വന്തം ശരീരത്തെക്കുറിച്ചുള്ള പ്രത്യേക പരിഗണന കുറയുന്നു. ഇറോജനസ് സോൺ താൽക്കാലികമായി അപ്രത്യക്ഷമാവുന്ന ഘട്ടമാണ്. ഇറോജനസ് സോൺ താൽക്കാലികമായി അപ്രത്യക്ഷമാവുന്ന ഘട്ടമാണ്.
കുട്ടികൾ ഔപചാരിക വിദ്യാഭ്യാസം നേടുന്ന കാലഘട്ടമാണ് ലേറ്റൻസി സ്റ്റേജ്. കുട്ടികൾ ഔപചാരിക വിദ്യാഭ്യാസം നേടുന്ന കാലഘട്ടമാണിത്. അതുപോലെ സ്വലിംഗത്തിൽപ്പെട്ട സമപ്രായക്കാരുമായി കൂട്ടുകൂടി കളിക്കാൻ താല്പര്യം കാണിക്കുന്നു. അതായത് സ്വന്തം ലിംഗത്തിൽപ്പെട്ട സമപ്രായക്കാരുമായിട്ട് കൂട്ടുകൂടി കളിക്കാൻ താല്പര്യം കാണിക്കുന്ന ഘട്ടമാണിത്. നെക്സ്റ്റ് ജനീഷ്യൽ സ്റ്റേജ് അഥവാ ജനനേന്ദ്രിയ ഘട്ടം. അതായത് 12 to 20, 12 വയസ്സ് മുതൽ 20 വയസ്സ് വരെയാണ് കാലഘട്ടം. കൗമാരം മുതൽ പ്രായപൂർത്തിയാകും വരെയുള്ള ഘട്ടമാണിത്. ഈ ഘട്ടത്തിൻ്റെ ആരംഭത്തിൽ ആൺകുട്ടികൾ ആൺകുട്ടികളോടും പെൺകുട്ടികൾ പെൺകുട്ടികളോടുമായിരിക്കും കൂടുതൽ അടുപ്പം കാണിക്കുക. എന്നാൽ പിന്നീട് ഇത് വിപരീത അവസ്ഥയിലെത്തുന്നു. ഈ ഘട്ടത്തിൽ ആരോഗ്യകരമായ സാഹചര്യത്തിൽ വളരുന്ന കുട്ടികൾ നല്ല വ്യക്തിത്വത്തിൻ്റെ ഉടമകളായിട്ട് മാറുന്നു. ഒന്നുകൂടെ പറയാം, ഈ ഘട്ടത്തിൻ്റെ ആരംഭത്തിൽ ആൺകുട്ടികൾ ആൺകുട്ടികളോടും പെൺകുട്ടികൾ പെൺകുട്ടികളോടുമായിരിക്കും കൂടുതൽ അടുപ്പം കാണിക്കുക. എന്നാൽ പിന്നീട് ഇത് വിപരീത അവസ്ഥയിൽ എത്തുന്നു. ഈ ഘട്ടത്തിൽ ആരോഗ്യകരമായ സാഹചര്യത്തിൽ വളരുന്ന കുട്ടികൾ നല്ല വ്യക്തിത്വത്തിൻ്റെ ഉടമകളായിട്ട് മാറുന്നു. അപ്പം നമ്മൾ ഇന്ന് സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ തിയറി ഓഫ് സൈക്കോസെക്ഷൽ ഡെവലപ്മെൻറ്റ് മനോലൈംഗിക വികസന സിദ്ധാന്തത്തിൻ്റെ 5 ഘട്ടങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പം നിങ്ങൾ ഇതിൽ കാര്യമായിട്ട് ഈഡിപ്പസ് കോംപ്ലക്സും ഇലക്ട്ര കോംപ്ലക്സും തമ്മിലുള്ള ഡിഫറൻസും അതെന്താണെന്നും പഠിക്കുക. ബാക്കിയൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമല്ല. 5 സ്റ്റേജസ് ഏതൊക്കെയാണെന്ന് നോക്കുക. അത്രയും ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനുള്ളൂ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. കേട്ടിട്ടിന് ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഇന്നത്തെ ക്ലാസ്സോടുകൂടി മനോവിശ്ലേഷണ സമീപനം സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ മാനസിക അപഗ്രഥനം എന്ന ഭാഗം ഇന്ന് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കുക. 3 തിയറീസും പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 ആയിട്ട് നമ്മൾ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അത് കാണാത്തവരെ അതും കൂടെ കാണാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.